ഹായ് ഡേയ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നമ്മൾ മുട്ട വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. നമ്മൾ മിക്സിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. മുട്ട മാത്രം മതി ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട്. മക്കൾ നമുക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 5 ഏകദേശം നല്ലൊരു വലിപ്പമുള്ള മുട്ട തന്നെയായിട്ട് എടുത്തേക്കുന്നത്. ഈ 5 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 മുതൽ ഏകദേശം ഒരു 3/4 കപ്പോളം നിങ്ങൾക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ആവശ്യമുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അത് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പാല് ചേർക്കാറില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് കിട്ടുകയും വേണം. അതുപോലെ നല്ലൊരു ഫ്ലഫി ആവുന്ന രീതിയിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടല്ലോ, നല്ല പതയൊക്കെ വന്ന രീതിയിൽ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ, അതാണ് കുറച്ച് ഡാർക്ക് കളറായിട്ട് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ കാഷ്യൂ നട്ട് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. എൻ്റെ തന്നെ കുറച്ച് ഡാർക്ക് ആയി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുറച്ച് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കുറച്ച് റൈസിൻസ് അതിൻ്റെ ഇടക്കും ഒക്കെ കടിക്കാനായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു നെയ്യ് ഉണ്ടല്ലോ, അതൊന്ന് ഡാർക്ക് ആയതുകൊണ്ടാണ് ഈ സൈഡ് ഭാഗം ഒന്ന് ബ്ലാക്ക് ആയത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ആവുന്ന രീതിയിൽ തന്നെ നിങ്ങളിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസിൻസും അതുപോലെ കാഷ്യൂ നട്ട് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു വേവാകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അധികം വേവാൻ നിൽക്കരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ ഇതിൽ സ്റ്റിക്കായി നിൽക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവാകുമ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ താഴ്ന്നു പോവുകയും ചെയ്യരുത്, ആ രീതിയിലാവണം. എന്നിട്ട് കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മളിത് വേവ് നോക്കുമ്പോൾ നമ്മുടെ ഈ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, അതല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് വേണം നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും ആദ്യം ഒന്ന് നോക്കുക. ചിലപ്പോൾ ആ ടൈമിൽ തന്നെ റെഡി ആയി കിട്ടും. എന്നിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ കുറച്ച് ടൈമും കൂടെ കൊടുക്കുക. അതായത് ഏകദേശം ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് റെഡി ആയി കിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇതിൻ്റെ അകത്തൊന്ന് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ വേവിൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. നിങ്ങൾ ഇതുവരെ ഇത് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം ഇവിടെ പറയാം. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.